നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJP നേതൃത്വം എന്തൊക്കെ പറഞ്ഞാലും RSSന് ചില കണക്കുകൂട്ടലുകൾ വരുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചുണ്ട്. BJP നേതൃത്വം പറയുന്ന പോലെയല്ല, കാര്യങ്ങളുടെ കിടപ്പ് അത്ര പന്തിയല്ല എന്ന് RSS നേതൃത്വത്തിന് നന്നായി അറിയാം. പിണറായി വിജയനും CPMനും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു അപ്പർ ഹാൻഡ് മുൻതൂക്കം ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ RSSന് ലഭിച്ചിരിക്കുന്നത്. RSS കേരളത്തിൽ ഒരു സർവേ നടത്തിയിരുന്നു. അത് BJP നേതൃത്വത്തെ അടുപ്പിക്കാതെയും അവരോട് സംസാരിക്കാതെയും ആശയവിനിമയം നടത്താതെയുമായിരുന്നു. RSS നടത്തിയ സർവേയിൽ പിണറായിക്കും CPMനും കൃത്യമായ മുൻതൂക്കം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടെന്നാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ആ സർവേയുടെ റിപ്പോർട്ടും അല്ലെങ്കിൽ ആ സർവേയുടെ ഫലങ്ങൾ അനുസരിച്ച് വേണം വരുന്ന തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ രൂപീകരിക്കാൻ എന്നാണ് RSS നേതൃത്വം BJPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 8ഓളം മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണമെന്നും RSS ആവശ്യപ്പെട്ടത്. 8 മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് RSS പറയാൻ കാരണം അവർ നടത്തിയ സർവേ റിപ്പോർട്ടിൽ 75നും 80ഉം സീറ്റിനിടയ്ക്ക് പിണറായിയും CPMും മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന സൂചനയാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ പോലെ 98-99 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും ഏതാണ്ട് അതിൽ 20ഓളം സീറ്റുകൾ കുറഞ്ഞാലും 75നും 80നും ഇടയ്ക്ക് സീറ്റുകളോടെ പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന റിപ്പോർട്ടാണ് ആ സർവേയിലൂടെ RSS നേതൃത്വത്തിന് ലഭിച്ചത്. അത് അവരെ സന്തോഷവാന്മാരാക്കിയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ UDFൻ്റെ വോട്ടുകൾ നന്നായി കുറയും. ആ വോട്ടുകൾ ഏതാണ്ട് 80% BJPയിലേക്കായിരിക്കും പോവുക എന്നതും ബാക്കിയുള്ള 20% മാത്രമേ ഇടതുമുന്നണിയിലേക്ക് പോവുകയുള്ളൂ എന്നുമാണ് RSS നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് നേരത്തെ പറഞ്ഞത്, 8 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് RSS നേതൃത്വം BJPയോട് പറഞ്ഞത്. കോൺഗ്രസിലേക്ക് നിന്നും അല്ലെങ്കിൽ UDFിൽ നിന്നും BJPയിലേക്ക് ഒഴുകിപ്പോകുന്ന വോട്ടുകൾ അത് UDFിനെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും അവരെ ഭരണത്തിൽ നിന്നും തടയുന്നത് ഒരുപക്ഷെ ഈ ഒഴുകുന്ന വോട്ടുകളായിരിക്കുമെന്നും RSS നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വോട്ടുകൾ UDFിലെ വോട്ടുകൾ കോൺഗ്രസിൽ ലഭിക്കേണ്ട വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് വകമാറിപ്പോയാൽ, ഗതി മാറിപ്പോയാൽ CPM തന്നെ അധികാരത്തിലെത്തുമെന്നാണ് RSSന് ലഭിച്ച സർവേ റിപ്പോർട്ടുകൾ വ്യക്തമായി പറയുന്നത്. ഇതിപ്പോഴും കേരളത്തിലെ BJP നേതൃത്വത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് RSS നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളെ ഇത് ബോധ്യപ്പെടുത്താൻ RSSൻ്റെ നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ RSS നേതൃത്വം പാരലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ BJP നേതൃത്വത്തിന് സമാന്തരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സമാന്തരമായി അവർ സർവേകൾ നടത്തുന്നു, സമാന്തരമായി അവർ ആളുകളായിട്ട് ഇടപെടുന്നു, സമാന്തരമായി അവർ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുക പോലും ചെയ്യുന്നുണ്ട്. അവർ നിർണ്ണയിക്കുന്ന സ്ഥാനാർത്ഥികൾ പിന്നെ BJPയുടെ ചിഹ്നവുമായി BJPയുടെ ലിസ്റ്റിൽ വരുമെന്ന് മാത്രം. ഏതാണ്ട് അതുപോലെയുള്ളൊരു പ്രവർത്തനം കേരളത്തിൽ നടത്തിയപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവേ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് 75നും 80നും സീറ്റിനിടയ്ക്ക് CPMന് ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ടെന്നാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണം ചെയ്യുമെന്നും അവർ കരുതുന്നു. അത്തരത്തിൽ ഒരിക്കൽ കൂടി CPM ഭരണം കേരളത്തിൽ വരികയാണെങ്കിൽ പിന്നീട് 2031 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം BJP ആയിരിക്കുമെന്നാണ് RSS നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ BJP നേതൃത്വത്തിലുള്ളവർക്ക് ഇതൊന്നും തിരിഞ്ഞ മട്ടില്ല എന്നുള്ള പരാതിയും RSSനുണ്ട്. ഏതായാലും പിണറായി വിജയൻ മൂന്നാം തവണ വരുമെന്നാണ് RSS സർവേയിലെ റിപ്പോർട്ട് എന്നുള്ളത് ഒരു തരത്തിൽ അതിശയകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. UDFിലേക്ക് പോകുന്ന വോട്ടുകൾ BJPയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് പിണറായി മൂന്നാം തവണയും അധികാരത്തിലെത്താൻ സാധ്യതയുള്ളതെന്നാണ് RSS പറയുന്നത്. അങ്ങനെ എത്തിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നും ആ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഏതായാലും പിണറായിക്ക് മൂന്നാം തവണ ഭരണം ലഭിക്കുമെന്ന് RSSന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ സംഭവം കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ തലയിലേക്ക് തള്ളിവെച്ചു കൊടുക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല.